Assalamualaikum. Welcome back to my channel. Ramadan Mubarak to all of you. Yes, atra energy undennu കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് റംദാൻ ഈസ് അവർ ഫേവറേറ്റ് മന്ത്. ഈ 12 മന്തിൽ വെച്ച് റംദാൻ നമുക്ക് ഫേവറേറ്റ് മന്ത് ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഹോളി മന്ത്. നമുക്ക് എല്ലാം കൊണ്ട് അടിപൊളിയാണ് അല്ലെ? യെസ്, നല്ലൊരു പുണ്യമാസമാണ്. So we can pray, we can recite Quran a lot. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് നോമ്പ് തുറക്കെ സെറ്റ് ആക്കാം. ആൻഡ് ദിസ് ടൈം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഭർത്താവ് ഹെൽത്തി ഫുഡാണ് ഗൈസ് കഴിക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ഇഫ്താർ അറേഞ്ച്മെന്റ്സ് ഒക്കെ. കടികളില്ലാതെ പറ്റില്ല ഗൈസ്. ഇതുവരെ നമ്മള് ഹെൽത്തി ആയിരുന്നു. ബിക്കോസ് നമ്മള് സ്വീറ്റ് ഷുഗർ പിള്ളേരൊക്കെ ഡാഡയുടെ സോപ്പിടൽ പോയി അവിടെ. ഡാഡ ഡ്രൈവ് ആക്കട്ടെ. സൈഗു കമൺ ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് റംദാൻ. സൈഗുന് എന്തിനാണ് നോമ്പ് ഇഷ്ടം? നോമ്പ് മാസം എന്തിനാ സൈഗിന് ഇഷ്ടം? എന്താണ് അന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ ഒരു മിനിറ്റ് സൈഗു നമുക്ക് സംസാരിക്കാം. ഇവനൊന്ന് മൈൻഡാക്കാം. ഉമ്മ ഇവിടെ ഇരിക്കും, ഉമ്മയുടെ ബേബി ഇവിടെ ഇരിക്കും. ഡാഡ അടുത്ത് പോവല്ലേ? ഓടിക്കട്ടെ വണ്ടി. ഇതാണ് പ്രശ്നം. ചെയ്യണ്ടാവും ചെയ്യും. വണ്ടി ഓടിക്കാൻ പറ സൈഗോ. ഓക്കെ ഒന്നും നോ. സുനു ട്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനി അവളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കാര്യം എന്താന്ന് പറയാം. ഇതാണ് പ്രശ്നം. നോമ്പിലെന്താവോ ഇപ്പഴാണ് കുറച്ച് വിവരം വെച്ചത്. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം. കുഞ്ഞായിരിക്കുമ്പോ അത്ര പ്രശ്നമില്ലായിരുന്നു. റീസൺ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ഇന്ന് വ്ളോഗ് ചെയ്യാൻ ഞാനും സൈക്കോ നോമ്പിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ സുനു മോൾ ട്യൂഷൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, വന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വന്നിട്ടുണ്ടായിരുന്നു. സാറിനൊക്കെ ഒരു ബായ്. എനിക്കില്ലേ ആഗ്രഹം പറയണ കൊറേ നാളായി നല്ലൊരു ചായ കുടിച്ചിട്ട്. ഓ ശരിയാണ്. കൊറേ നാളല്ല, മാസങ്ങൾ. തിരിച്ച് വീട്ടിൽ വരുമ്പോ നല്ലൊരു ചായ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മധുരം ഇട്ടിട്ടാ? കുറച്ച് മധുരം ഇട്ടു. കാരണം എന്റെ വീട്ടില് ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ വന്നേ. എനിക്കൊക്കെ വൈകിട്ട് നല്ലൊരു ചായ ഇട്ടു. അപ്പൊ അതിന്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മുമ്പ് ഞാൻ ചായ കുടിക്കണത് മിസ് ചെയ്ത്. എനിക്ക് എന്തൊരു ചായ ആയിരുന്നു. എത്ര നാളായി, 2 മാസമായി ചായ കുടിച്ചിട്ട്. നല്ലൊരു ചായ കുടിക്കാൻ ഭയങ്കര അതെ, നല്ല കിട്ടുന്നൊരു ചായ. ആക്ച്വലി ബൈ ദ വേ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവല്ലോ, അവിടെയും കിട്ടും. വീട്ടിലത്തെ അവിടത്തെ വേണ്ട. അങ്ങനത്തെ ഒരു ചായ ഞാൻ മറ്റേ ഗ്രാൻഡ് ഹയാത്തില് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമില് ഒരു സിപ്പ് എടുത്തല്ലോ, ഇഷ്ടമായില്ല എനിക്ക്. വീട്ടിലത്തെ വേണം എനിക്ക്. വീട്ടിലത്തെ ചായ. സുനു, how's the class? ലൈറ്റ് കാണുന്നില്ല. പ്രകാശം പരക്കട്ടെ. സോ സുനു, സ്മോൾ ചേഞ്ച് ഇൻ അവർ പ്ലാൻ. നമ്മൾ ലുലു പോയിട്ട് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചല്ലോ, ബട്ട് നോ ടൈം. ഇപ്പൊ ടൈം കണ്ടില്ലേ, 8:56 56 അപ്പോ സ്മോൾ ചേഞ്ച്. Now we just buying the fruits and having dinner and going back to home. Tomorrow morning we're going to Lulu and I think you have class, right? സൈയൂരില്ല. സുനുവിന് നാളെ ഉണ്ടാവൂല പറയട്ടെ. അല്ല, ആക്ച്വലി 4th സാറ്റർഡേ ആണ് നാളെ. പക്ഷെ എക്സാം ആയതുകൊണ്ട് നാളെ വെച്ചിട്ടുണ്ട് ക്ലാസ്. 4th സാറ്റർഡേ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഡാഡ പറഞ്ഞാൽ ഞങ്ങളായിട്ട് രാവിലെ Sonu looking good.
ഞാൻ എപ്പോഴും കൂത്തുള്ളേ. എവിടെ ഒരു കാറ്റ് വീശിയ പോലെ ഉണ്ടല്ലോ. ഇൻഷാല്ലാ ഈ നോമ്പ് കഴിയുമ്പോൾ ഞാൻ വലിയമെന്ന് വിശ്വസിക്കുന്നു. നോമ്പിന് നമ്മൾ തടി ഇല്ല, നമ്മ എല്ലാരും ഇച്ചിരിച്ചതല്ലേ കഴിക്കോളാം. നേരത്തെ എന്ന് പറഞ്ഞാൽ 2-3 കട്ട്ലേറ്റ്, 2-3 സമൂസ, 4-5 സമോസ അങ്ങനെ കഴിക്കോളൂ. ഈ പ്രാവശ്യം നമ്മൾ കുറയ്ക്കാം. ഒരു കട്ട്ലേറ്റ് എണ്ണിട്ടുണ്ടാക്കുള്ളൂ. 4 സമോസ 4 അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാല് നമ്മ മാക്സിമം എന്താ പറയാ തിന്നാൻ വേണ്ടിയുള്ളതല്ല. നമ്മ മാക്സിമം എല്ലാവരും കുറച്ച് പിന്നെ എന്താ പറയണ ഡിവൈനിലോട്ട് ഒരു ആത്മീയ അതന്നെ സംഭവം. പപ്പ കേക്കുണ്ടോ പപ്പ? പപ്പടെ കാറ്റടിച്ചൂടെ? ഫാസ്റ്റിംഗ് അതൊരു സൈഡാണ്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക, തൗബ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, നമ്മളോട് എന്തെങ്കിലും ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നവരോട് പൊരുത്തപ്പെട്ട് കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ്. ഇതൊക്കെ കൊണ്ട് നോമ്പ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പുണ്യമാസം എന്ന് പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കൊന്നും വന്നില്ല. മനസ്സിലായി. നമുക്ക് മെയിൻ തൗബ ചെയ്യാന്നുള്ളത്. നമ്മള് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അടുത്തത് ചെറുതായിട്ട് ഒന്ന് അടി ക്യാമറ എത്ര നോ പറയോ ഒന്ന് നോക്കാം. എബു തുടങ്ങിക്കോ. ഗെറ്റ് സെറ്റ് ഗോ എബു. നോ 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 പറ. മനസ്സിലായി അവന് എത്ര നോ പറയുന്നുണ്ടാന്ന് പറഞ്ഞത്. മതി സൈവു അങ്ങനെ പറയല്ലേ നോ. അതന്നെ അവന് ഉമ്മ കൊടുത്തന്നെ നോ പറയിപ്പിക്കാൻ. അങ്ങനെ പറയിപ്പിക്കല്ലേ. അങ്ങനെ പറയല്ലേ. കണ്ട അവന് മനസ്സിലായി കാര്യം. പറഞ്ഞോ മണ്ണിൽ അവസാനിച്ച് നമ്മളെടുത്താ നമ്മൾ അറിഞ്ഞൂടല്ലേ സുനിൽ ഒന്ന് പിടിച്ചേ. അതേപോലെ തന്നെ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മള് റമളാനിന് നമ്മള് ഇതേപോലെ എത്ര പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും പുതിയ ഡ്രസ്സ് കൊടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ആൾക്കാരായിരിക്കണം ഈ പ്രാവശ്യം. എല്ലാവർക്കും പുതിയ പെരുന്നാൾ കോഴി കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു ഇതിനൊക്കെ നമുക്ക് എത്തിച്ചേരട്ടെ അല്ലെ? ഇതുവരെ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഗൈസ് എല്ലാരും റെഡി ആയിരിക്കും. എന്തായാലും ഈ പ്രാവശ്യം ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോമനുമായിരിക്കും ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പോണത്. എല്ലാരും വളരെ എളുപ്പത്തിലായിരിക്കും. കൺഫ്യൂഷൻ ആയിരിക്കും. ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ എനിക്കതാ പറഞ്ഞൂടാ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇൻഷാല്ലാ നാളെ ചിലപ്പോ അത്താഴാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. എന്തായാലും ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് മേടിക്കുന്ന ഷോപ്പ് കഴിഞ്ഞു പോയ പോലെ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. ഭക്ഷണം മലയാളി അല്ല, കാരണം എന്താ വെച്ചാല് അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ ലോസ് ആയി പോകും. നമുക്കിപ്പോ അവിടെ പോയാണ് ഫുഡ് കഴിക്കാൻ. അവിടെ ഫുഡ് കഴിച്ചിട്ട് വിട്ടാൽ മതി. നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുമ്പോ കുറച്ച് അധികം മേടിക്കാറുണ്ട് ബേബി. അപ്പൊ അതൊക്കെ പുതിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടുന്നൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ വി ഹാവ് ടു ബൈ ന്യൂ മിക്സി. നമുക്ക് പുതിയൊരു മിക്സി ഒക്കെ മേടിക്കാനുണ്ട് കേട്ടോ ബേബി. അതൊക്കെ മേടിക്കണം. ആൻഡ് കുറച്ച് ഐറ്റം, കുറച്ച് എസ്തറ്റിക്സ് ആയിട്ടുള്ള ഐറ്റം വേണമെന്നുണ്ട്. അപ്പോ അതും ഉണ്ടാകുന്ന നോക്കാം നമുക്ക് ഇൻഷാല്ലാ. അപ്പോ ഇപ്പൊ ഡയറക്റ്റ് ഭക്ഷണം കഴിക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ഗൈസ് അങ്ങനെ നമ്മൾ കൊറേ ദിവസമായിട്ട് നമ്മൾ സ്ഥിരം പോണ റെസ്റ്റോറന്റിൽ വന്നിട്ടില്ല. കൊറേ ദിവസമായിട്ട് ഇപ്പൊ അങ്ങോട്ടാണ് വന്നത്. ഇതെവിടെ? ഈ സ്ഥലം എവിടെ? പാലാരി വെട്ടോ, എഡ്പള്ളി. എഡ്പള്ളിയിലാണ് ഇപ്പൊ നമ്മൾ വന്നേക്കുന്നേ. ഇപ്പൊ പോയിട്ട് ഒരു കഴിക്കണം ഗൈസ്. സൈഗുന്റെ ഫേവറേറ്റാ അല്ലെ സൈഗു? സൈഗും സുനു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബിക്കോസ് ദേ വോണ ഈറ്റ് മന്തി. അപ്പൊ അവരുടെ കൂടെ ഞാനും കഴിക്കാന്ന് വിചാരിച്ചു. അല്ലേ എല്ലാം ഓണാണ്. ഇന്നൊരു
നല്ലൊരു കീറും ഗൈസ്. നമ്മൾ ഉണ്ടായിരുന്നല്ലോ, ഇല്ലായിരുന്നു. ആ ഇത് ഓക്കെ ഞാൻ വിചാരിച്ചു കൊടുക്കാം. താഴെയാണ് ഇരിക്കണേ, നമ്മൾ താഴെ തന്നെ ഇരിക്കാന്ന് ഗൈസ്. നമ്മൾ താഴെ ഡൈനിങ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ബട്ട് ദ ടേബിൾ ഈസ് വെരി ഷോർട്ട്. ഒരു 4 people ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫാമിലി പിന്നെ കൊഞ്ച് വലുതാണത് കാരണം നമുക്ക് വലിയ ടേബിൾ വേണം. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ഡ്രാഗൺ അൽഫാം ഫിഷ് പ്ലാറ്റോ. എന്താണത്? അറ്റിറാഹിയ, കുരുമുളക്, ആട്ടിറച്ചി, കുരുമുളക്. ഓ, ആട്ടിറച്ചി മട്ടൻ അല്ലേ? മട്ടൻ റാൻ, മട്ടൻ താലയാ ഉദ്ദേശം, തൗലേ. ചിക്കൻ ഗീ റോസ്, സീ ഫുഡ് സൂപ്പ്, ഫാറ്റ് ബോയ്, ബർഗർ. ഓക്കെ, ലെറ്റ്സ് സീ. സുനു, മന്തിയിൽ ഫിക്സ് ചെയ്തോ? ഓർ മന്തിയിൽ ഫിക്സ് ചെയ്തോ? ഓർ you gonna eat something else? Yeah, let's have it. Okay, get inside. Hey bro, are you coming? Come baby. Bye bro. Come umade baby ba. Good baby allo umade. Come, don't sit there. Come, good boy. Bye eduthu po. ഹഗ്ഗൊക്കെ പയ്യനെ ഹഗ്ഗൊക്കെ. ഓക്കെ, ഉള്ളിൽ കയറിക്കോ രണ്ടുപേരും. ഗോ, ഗെറ്റ് ഇൻസൈഡ്. Taste of baby. Yeah. Seafood soup. എന്താണത്? പെപ്പർ. സീ ഫുഡിന് മറ്റേ ഗാട്ടടിക്കണുണ്ടല്ലേ? വല്ലാത്തൊരു കുഴപ്പമില്ലേ? തായ്ലാൻഡ് ഓർമ്മ വേണ്ടോ? ഉണ്ടാവൂലോ മൊത്തത്തില് കൊട്ടണ്ട. ബേബി അവർ തന്ന സോസ് എല്ലാം മിക്സ് ആക്കിയിട്ട് ബേബി എല്ലാം മിക്സ് ആക്കിയില്ല. ഞാൻ സ്പൈസി ആയിട്ടുള്ള ചില്ലി അതും പെപ്പർ മാത്രമേ ഇട്ടുള്ളൂ, പിന്നെ സോൾട്ട്. തായ്ലാൻഡ് മണം ഓക്കെയാണോ? കൊള്ളാന്നോടൊപ്പം തന്നെ മനുഷ്യന് പറയുന്നത്. I'm gonna try. ആദ്യം ഒരു ഘാട്ട് അടിച്ചു. ഘാട്ട് മീൻസ് സ്മെല്ല്. ഞാൻ എല്ലാം ഇട്ട്, പെപ്പർ ഇട്ട്, ടൊമാറ്റോ സോസ് ഇട്ട്, എരിവ് സ്പൈസി ഇട്ട് അത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ സുഖം പോകില്ല. എന്റെ കറക്റ്റായിരിക്കും.
സൂപ്പല്ലേ? ഉപ്പൊക്കെ ആവശ്യമില്ല. സുനു പറ ഉമ്മച്ചിയുടെ എന്തായാലും രാവിലെ ഞാൻ കൈവച്ചതൊന്നും അല്ല. എനിക്ക് ഇനി മധുരം വേണമെന്നോ. കുറച്ച് പഞ്ചസാര ഓർഡർ ആക്കി. ഇങ്ങനെ കൊള്ളാം. ഇതൊന്ന് ട്രൈ ചെയ്തു. ഞാൻ പച്ചക്കറി അല്ല ഇത് മറ്റേ പക്ഷെ വാർക്കാൻ പറ്റില്ല. വെള്ളപ്പം തന്നെ അടച്ചില്ലേ. വാങ്ങനെ എന്തെങ്കിലും പറയാൻ തുറന്നത് അത് ഇങ്ങനെ രണ്ട് സൈഡിൽ ഒലിക്ക്. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നു. അതെ കൺട്രോൾ എന്തറിയോ കോൺസെൻട്രേഷൻ കഴിഞ്ഞ. ഞാനിപ്പോ മറ്റേ സ്വീറ്റ് കോൺ അതെല്ലാം ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്യണോലെ ആഡ് ചെയ്തതാണ്. പക്ഷെ അത് സൂപ്പിലാണ് ടേസ്റ്റ്. സൂപ്പിൽ വേറെ ഞാനത് കറക്റ്റ് പറഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട്. അല്ല ഇത് കൊള്ളാം. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് സോ ഗൈസ് ഫൈനലി ഐ ആം ഗോണ ടേസ്റ്റ്. ബേബിയുടെ മിക്സിംഗ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഒരു മൈൽഡ് മിക്സിംഗ് ആണ്. നൈസ് അല്ലേ? ചൂട് അവന്റെ പാവങ്ങളുണ്ട്. സൈക്കിളും കൂടുതൽ സൈക്കിൾ അത് വേണ്ട. സൈക്കിൾ ഇത് വേണ്ടില്ല. ഏതാ വേണ്ട? ഇതാണ് ഏതൊരു സൈക്കിൾ? ഉമ്മച്ചിയുടെ മിക്സിംഗ് വേണോ ഡാഡയുടെ മിക്സിംഗ് വേണോ? സൈഗോ രണ്ട് ടേസ്റ്റ് സൈക്കിൾ പെട്ട് രണ്ട് ടേസ്റ്റ് മിക്സിംഗ് ഒന്നുമില്ല വെള്ളം. ഇത് വിളിച്ചോളാം. Which one is better? ഡാഡയുടെ എക്സ്പെക്ട് ആക്കില്ല. അങ്ങനെയല്ല. എന്താ പറ അത് കഴിച്ച ഇനി അത് കഴിച്ചാൽ മതി. പറ ബേബി. ഞങ്ങളുടെ സൈക്കിൾ വന്നിട്ട് അതിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടില്ലെങ്കിലും ഞാടെന്നെ നല്ലത്. ഞാടെ ചമ്മി എന്ന് പറഞ്ഞ ആളത് മോന്തോയ്ക്ക് അവിടെ മോൻ കടിച്ചെടുത്ത ചമ്മി എന്ന് പറഞ്ഞ അല്ല ഞാനത് ടേസ്റ്റ് ആക്കിയിട്ടില്ല. എന്നാ ഞാൻ പറയാം ഏതാ നല്ലത്. നീ അത് ടേസ്റ്റ് ആക്കിയില്ലേ? ഇത് കൊള്ളാം. സൈക്കിൾ പേടിച്ചിട്ട് വന്നത് എന്താണ് ഞാൻ കൊല്ലണം ഇഷ്ടമായാ? എന്താ എനിക്കൊന്നും വേണ്ട. അവന് അങ്ങനത്തെ ഇഷ്ടമാണ്. അങ്ങനൊന്നുമില്ല. കുടിക്കട്ടെ കുടിക്കണം. ഇനി അത് നോക്കട്ടെ. ഞാനിതൊന്നും ബേബി ടേസ്റ്റ് ചെയ്തു. സോനുവിന്റെ മിക്സിങ് ട്രൈ ചെയ്തു. അല്ല നീ ട്രൈ ചെയ്ത് നോക്കി. നിനക്ക് പിടിച്ചില്ലല്ലോ. എനിക്ക് ഇഷ്ടമില്ലല്ലോ. സോസൊക്കെ ഇങ്ങനെ കേറി സുനന്റെ ഡാഡയുടെയാണ് ഇഷ്ടമായത്. നോക്കട്ടെ ബേബി. പ്രകാശം പറക്കട്ടെ. മഷ് ട്രൈ ചെയ്തില്ല. സോനുവിന്റെ മിക്സ് ട്രൈ ചെയ്തോ. അല്ലേ എന്റെ നല്ല ഉള്ള സോസൊക്കെ ഇട്ടത്. സോസി ടേസ്റ്റ് ഭയങ്കര ഇത് കൊള്ളാം. ഞാൻ സെറ്റ് ചെയ്തു. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സീ ഫുഡ് സൂപ്പ് കഴിച്ചോ കഴിച്ചോ. ഇതിൽ കൂടുതലായിട്ട് ഇട്ടേക്കണത് ചെമ്മീനാണ്. ബസ്സിലാക്കണ്ട. യെസ്. കുറച്ചധികം ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അവർ മന്തി ഈസ് ഹിയർ. It's time to attack, Sunu. നിങ്ങൾ ഇനി അതൊക്കെ ഫോട്ടോ മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ ട്രെയിനറിന്
വരും പറഞ്ഞോണ്ട്. ഇല്ല ഞാൻ കഴിക്കില്ലെന്ന് അറിയാം. എന്നിട്ടാണ് അന്ന് മീൽസിന്റെ ഫോട്ടോ ഇട്ടപ്പോ പറഞ്ഞത് മീൽസ് കഴിച്ചിട്ടല്ലേ വർക്കൗട്ട് ചെയ്യാൻ വന്നത്. ഇത് വാവ്, ഐ നീഡ് ദിസ് ബേബി, പ്ലീസ് വി ഗോണ ഷെയർ ദിസ്. അപ്പൊ ബേബി നമ്മളിത് ഷെയർ ചെയ്യാൻ പോവാ. മട്ടൻ ഒരു പൊറോട്ട, റഷ്യൻ സാലഡ്. ഇത്ര ഓർഡർ ചെയ്തോളൂ. ലോലിപോപ്പ് വന്നില്ല അല്ലേ? ചിക്കൻ ലോലിപോപ്പ്. ഓഫ് കോഴ്സ് തല ഉണ്ടാക്കണം, ബിക്കോസ് നാളെ മുതൽ വി കാൻറ്റ് ഈറ്റ്. സർവ് ആക്കിക്കോ, സൈഡും സർവ് ആക്കിക്കോ. സോ ഐ എം ഗോണ കീപ് ദ ക്യാമറ ഹിയർ. നമ്മൾ കഴിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഓ മൈ ഗോഡ്. Yes, nice. Oh, Sonada noodles. Lollipop is dry, saucy and lettuce, you know. Lollipop. We thought saucy, dry. Saucy. പക്ഷേ ഇനി മറ്റേ ടൈപ്പ് ഇഷ്ടം. നോക്കട്ടെ സോനു. യാ, അതാണ് ഞാൻ വിചാരിച്ച നോക്കട്ടെ ലോലിപോപ്പ് നോക്കട്ടെ സോനു. ഓക്കെ ഗൈസ്, കഴിക്കൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മളെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ, അല്ലെങ്കിൽ ഇവരൊക്കെ തീർക്കും. ആദ്യം തന്നെ ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പുള്ള അലക്കാണ് ഗൈസ് കാണുന്നത്. നാളെ നോമ്പ് തുടങ്ങണോണ്ടിട്ട് ഇന്ന് ഫുള്ള് അലക്കാന്ന് വിചാരിച്ചു. ഓ സുനു സോന് കീറോയ്ക്ക് എന്റെ റഷ്യൻ സാലഡ് ട്രൈ ചെയ്തു. റഷ്യൻ സാലഡ് അല്ലേ? ഞാനൊരു വീറ്റ് പൊറോട്ട, ഓരോ ഒരു വീറ്റ് പൊറോട്ടയും മട്ടൻ കുരുമുളക് ഇട്ടത്, അട്ടറിച്ച് കുരുമുളക് ഇട്ടത്. ആ മുമ്പിൽ ഇത്രയും വലിയ മന്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും ഞാൻ കുലുങ്ങൂല സുനു, ഞാൻ കുലുങ്ങൂല. റഷ്യൻ സാലഡ് ട്രൈ ചെയ്ത് നോക്ക്. റഷ്യൻ സാലഡ് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. മിക്സ് ആയിരിക്കും. സോറി നോൺ സ്റ്റോപ്പാണോ? അല്ലല്ലേ? എന്നിട്ട് സ്പൈസി കഴിച്ചാൽ മതിയായിരുന്നു. നോക്കാം, കഴിക്കുന്നത് വേണ്ട. സോ ഗൈസ്, ബേബിയുടെ മട്ടൻ കറിയുടെ ടേസ്റ്റ് കണ്ടിട്ട് ഐ ഓർഡർ ചൂട് നെയ് പത്തൽ. ആ കറിയുടെ കൂടെ നെയ് പത്തലാണ് കഴിക്കേണ്ടത്. സോ ഐ ഓർഡർ ഒന്നും നോക്കാതെ 2 ഓർഡർ ചെയ്തു, ഒന്ന് ഞാൻ ഒന്ന് ചെയ്തു. സോ ലെറ്റ് മീ ടേസ്റ്റ് ആൻഡ് ടെൽ യു. നാളെ നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേണോ ദോശ? വേണോ ദോശ? എപ്പോഴല്ല ദോശ എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അവന് വേണ്ടി ചെറിയൊരു പീസ് വാങ്ങിച്ചു. ഹിസ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദോശ. ആദ്യം ഇത് ഓർഡർ ആക്കാനായിരുന്നു, അറിയില്ലായിരുന്നു ഇതുണ്ടാവും. സോ ഫൈനലി ഡെസേർട്ട് ആണ്. എന്തൊക്കെയാണ്? ഒരു ഓറിയോ പുഡിംഗ് ആൻഡ് ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ്.
ഞാൻ ടെൻഡർ കോക്കനട്ട് ആണ് പറഞ്ഞത്. സോനു ഒറിയോ ഒറിയോ അവരെയല്ല പറഞ്ഞു കിറ്റ്കാറ്റാണ്. കിറ്റ്കാറ്റാണ് പറഞ്ഞത്. പക്ഷെ സോനു ഓറിയോ അല്ലേ പറഞ്ഞേ? ഓറിയോ ആണ് പറഞ്ഞേ കിറ്റ്കാറ്റാ പറഞ്ഞേ? കിറ്റ്കാറ്റാ പറഞ്ഞു. അല്ലല്ല ഓറിയോ പറഞ്ഞേ സോനു. കിറ്റ്കാറ്റാണ് പറഞ്ഞത്. ഞാൻ നോട്ട് ചെയ്തത്. ആണോ ആണോ? അപ്പൊ തൽക്കാലം ഇത് കഴിക്കും. ഓക്കെ ടെൻഡർ എൻഡ്. അടിവരെ പോണം ബന്ധെടുക്കുമ്പോ നമ്മളെ ഫുള്ള് ഹൗസ് ഇറ്റ്? ഉറക്കം വന്നാ കഴിച്ചിട്ട് വന്നിച്ചു. ഹൗസ് ഇറ്റ് സോനു? നല്ല അടിക്കൂലേ മധുരം കഴിക്കാൻ. സുനു ടേസ്റ്റ് ചെയ്യണ്ട് ഗൈസ്. പിന്നെ ഒരു പരിപാടിക്ക് നമ്മളിത് കാണുമ്പോൾ തിന്നാണ്ടിരിക്കാൻ പറ്റൂല. And now I'm gonna taste my tender coconut. കഴിക്കും. കിറ്റ്കാറ്റാണ് കഴിക്കും. Yummy. ബന്ധറെങ്ങനെ You want taste? So guys, we had a അടിപൊളി ഡിന്നർ. അപ്പൊ തന്നെ പ്ലാൻ മാറി ഗൈസ്. ബൈ ദ വേ, നമ്മൾ എന്തിനാ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പുറത്തിറങ്ങിയത് റംദാന്റെ സാധനങ്ങൾ മേടിക്കാനാണ് ഗൈസ്. പക്ഷെ വയറിനടിച്ച ഫുഡ് കയറിയപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നിട്ടില്ല. പ്ലാൻ ചേഞ്ച് ആക്കി. ബിക്കോസ് ഇനി അവിടെ ഇവിടെ പോയിട്ട് ഇറങ്ങാൻ വയ്യ ഗൈസ്. ഇറ്റ്സ് എ ലെന്തി പ്രോസസ് യുനോ. റംദാന്റെ സാധനങ്ങൾ മേടിക്കണമെന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ലോട്ട്സ് ഓഫ് ടൈം. അപ്പോ നാളെ രാവിലെ അത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ആരാംസെ വീട്ടിൽ പോയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. 10:50 ആയി. ഇനി എവിടെ പോവാൻ? സാധനങ്ങൾ മേടിക്കാൻ ലുല്ലു ഒക്കെ അടിച്ചിട്ടുണ്ടാവും. ഫുഡ് കണ്ടപ്പോ എല്ലാം വെറുതെ കഴിച്ചു. നാളെ രാവിലെ എല്ലാരും ഒരുങ്ങി ഇതേ ഡ്രസ്സിൽ തന്നെ നമുക്ക് ഇറങ്ങാം. ഓ സോനു ആദ്യമേ പറയണ ഇതേ ഡ്രസ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാനിത് എന്ന് പറയാൻ പറ്റുള്ള കേസ്. അപ്പൊ ബാക്കി നാളെ കാര്യം പറയാൻ പറ്റൂല. ഞാൻ സെയിം ആയിരിക്കും. അപ്പൊ ഇന്നെന്തായാലും എന്താന്ന് അറിഞ്ഞൂടാ. വീട്ടില് ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടാന്ന് അറിഞ്ഞൂടാ. വി കുഡന്റ് ഈറ്റ് മച്ച്. നമ്മൾ കുറച്ച് പാർസൽ എടുത്തിട്ടുണ്ട് ഓർഡർ ആക്കിയതൊക്കെ. കപ്പാസിറ്റി കുറഞ്ഞു കഴിച്ചു നമ്മള്. അപ്പൊ ലാസ്റ്റ് ഡിസേർട്ടും കഴിച്ച് വന്ന് ഫുഡ് മെയിൻ കോഴ്സ് കുറച്ച് നമ്മൾ മന്തിയൊക്കെ പാർസൽ എടുത്തിട്ടുണ്ട്. സോനു ഓർഡർ ആക്കിയ നൂഡിൽസ് ഒക്കെ പാർസൽ എടുത്തിട്ടുണ്ട്. എനിവേ വി നോട്ട് ഗോണ വേസ്റ്റ് ദാറ്റ്. നാളെ ലഞ്ച് ആയിട്ട് അത് കഴിക്കും ഇൻഷാല്ലാ. അപ്പോ that's it for today. Our dinner night with family അല്ലേ? ഇതൊരു ഡിന്നർ നൈറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഹൗസ് ഇറ്റ് സൈഗോ? മന്തി കഴിച്ച് ലാസ്റ്റ് ആയിട്ട് അല്ലേ? ഇനി ഒരു മാസത്തേക്ക് മന്തി ഇല്ലല്ലേ സൈഗോ? ഇഷ്ടായോ? സമാധാനായ? ഹാപ്പിനെസ് ഉണ്ടാ? സന്തോഷം ഉണ്ടാ? ഞാൻ നേരത്തെ ചോദിച്ചില്ലേ സൈഗോ? അപ്പൊ നമ്മളെ സംസാരിക്കാൻ സമ്മതിച്ചില്ലേ എപ്പോഴും? നിനക്ക് എന്താ നോമ്പ് ഇഷ്ടം? നോമ്പ് മാസം എന്തിനാ ഇഷ്ടം? 6 മണിയാകുമ്പോഴല്ലേ നോമ്പ് തുറക്കണം. ബേബി വിൻഡോ അടിച്ചോ? അപ്പൊ സോസേജ് ഉണ്ടാവും, സമൂസ ഉണ്ടാവും. ഞാൻ വിചാരിച്ചാലും പറഞ്ഞില്ല. എനിക്കറിയായിരുന്നു. ഒറ്റ വാക്കിൽ പറയണേ നോമ്പ് തൊര അവന് ഇഷ്ടാണ്. പലഹാരങ്ങളൊക്കെ നിരത്തിയിട്ടുള്ള ഷേക്ക്, ജ്യൂസ് അവൻ ഭയങ്കര ഫേവറേറ്റ്. അവന്റെ എക്സൈറ്റ്മെന്റിന് വേണ്ടിയാണ് ഞാൻ കടികളൊക്കെ ഉണ്ടാക്കുന്നത്. ഐ തോട്ട് വേണ്ട ഉണ്ടാക്കണ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഹി ലവ് അങ്ങനെ ആ നോമ്പ് തൊറയുടെ ടൈമിൽ അവൻ ഇങ്ങനെ കാത്തിരിക്കും എക്സൈറ്റഡ് ആയിട്ട്. പിന്നില്ലേ എനിക്ക് നോമ്പ് പിടിക്കാൻ ഇഷ്ടമാണ്. കാരണം ഞാന് നോമ്പ് പിടിക്കാറില്ല. കാരണം ഞാൻ ഫുഡ് കഴിക്കും നോമ്പിന്റെ സമയത്ത്. കുഞ്ഞല്ലേ നീ, അതുകൊണ്ട് നോമ്പ് പിടിക്കൂല. കുറച്ച് വലുതാവുമ്പോ പിടിക്കും. അതുകൊണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നതാണ് നോമ്പ് തുടങ്ങാൻ പോണ് അല്ലേ? പിടിക്കോ ഈ പ്രാവശ്യം? ട്രൈ ആക്കോ
ഇൻഷാല്ല ട്രൈ ആക്കാം കേട്ടാ. പറ്റാവുന്ന എത്ര ട്രൈ ആക്ക്. നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രിങ്ക് വാട്ടർ ഓർ ഈറ്റ് ഫുഡ്. ഓക്കെ വെള്ളം മാത്രം കുടിക്കും. ഓക്കെ അങ്ങനെ നമുക്ക് ട്രൈ ആക്കാം കേട്ടാ. വെള്ളം മാത്രം കുടിക്കുള്ളൂ, ഫുഡ് കഴിക്കൂല. അല്ല ഒന്നും കുടിക്കാതെ നമുക്ക് നോക്കാം പറ്റുമോന്ന്, ഏതുവരെ പറ്റുമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നൈസായിട്ട് എപ്പോഴൊക്കെ താഴെ ഇട്ടിട്ടുണ്ടല്ലോ മോനെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് സൈഗിന് നോമ്പ് ഇഷ്ടം. ഓക്കെ അപ്പൊ ഇൻഷാല്ല എല്ലാരും നോമ്പൊക്കെ പിടിക്കുക. എല്ലാവർക്കും വേണ്ടി ദുആ ഒക്കെ ചെയ്യാം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഷോർട്ട് ഡിന്നർ നൈറ്റ് വിത്ത് ഫാമിലി ബിഫോർ റംദാൻ. ഐ ഹോപ്പ് ഇനി 1 month കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഡിന്നർ ഒക്കെ. പിന്നെ ചിലപ്പോ ഇടയ്ക്ക് ഭർത്താവിന് പണിയെടുത്തത് കണ്ട് വിഷമം തോന്നുമ്പോ പറയും ഇന്ന് നമുക്ക് പുറത്താക്കാം, നിങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ഇപ്പൊ സ്വഭാവം മാറിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഈ നോമ്പിന് പറയൂല, നോമ്പൂറ നമുക്ക് പുറത്താക്കാതെ എപ്പോഴും വേണമെങ്കിൽ ചിലപ്പോ. അപ്പൊ എന്തായാലും എനിക്ക് വീട്ടിലാണ് ഇഷ്ടം നോമ്പ് തുറക്കണം. ബിക്കോസ് അതാണ് ഒരു വൈബ്. വീട്ടിൽ കടികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ രസം. ഇപ്പൊ പുറത്തു പോണെന്ന് വരുമ്പോ അന്നത്തെ ഡേ ഒന്നും പണി ഉണ്ടാവൂല. കിച്ചണിലൊക്കെ ആകുമ്പോ പുതിയ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാം, അടിപൊളിയായിട്ട് നടക്കാം. കൂടുതൽ കഥ പറയാനുള്ള ഇൻഷാല്ല. അപ്പൊ ഇനി എല്ലാരും നമുക്ക് നോമ്പിന്റെ ഷോപ്പിംഗ്, റംദാൻ ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കുറെ അധികം മേടിക്കാനുണ്ട്. ബിക്കോസ് പ്ലാനിങ് ടു ബി ഹെൽത്തി ദിസ് റംദാൻ. നമ്മളെ പോലെ ലാസ്റ്റ് മേടിച്ചവരാരെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. നമ്മൾ വെജ് പറയുന്ന സാധനമില്ല, നമ്മൾ കഴിക്കാറില്ല നോമ്പില്. വി ഓൾവേസ് ഈറ്റ് നോൺ വെജ്. ആ 30 days ചിക്കന്, മട്ടന്, ബീഫ് അങ്ങനെ ആയിരിക്കും. ബട്ട് ഷുവർ ദിസ് ടൈം അങ്ങനെ അല്ല. ലോട്ട്സ് ഓഫ് വെജസ് കഴിക്കണമെന്നുണ്ട് ഇൻഷാല്ലാ. ബിക്കോസ് ഈ ഒരു ഇടയ്ക്ക് തന്നെ നമ്മൾ നല്ലോണം വെജ് കഴിക്കുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹെൽത്തിലാവട്ടെ എല്ലാ ഇതിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് കൂടുതൽ വെജീസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. വെജ് റമദാൻ, ഹെൽത്തി റമദാൻ അതല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്, ഹെൽത്തി റമദാൻ. അപ്പൊ ഇൻഷാല്ലാ വൺസ് അഗൈൻ ഹാപ്പി റമദാൻ ഫ്രം അവർ ഫാമിലി ബേബി. ഹാപ്പി റംദാൻ. സുനോ ഹാപ്പി റമദാൻ. ഹാപ്പി റമദാൻ. ഹാപ്പി റമദാൻ ഫ്രം മീ. എബ്രുന് മനസ്സിലാവാനുള്ളതായിട്ടില്ല. അപ്പൊ ഇൻഷാല്ലാ നമുക്കിന്ന് നാളെ കാണാം. ഓക്കെ ടിൽ ദാൻ സ്റ്റേ ട്യൂൺഡ്. ബൈ. Bye.